ഹലോ ഫ്രണ്ട്സ്, പൈത്തണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൈത്തണിൽ ഇപ്പം നമുക്കറിയാം ഡാറ്റ കളക്ഷൻ ഡാറ്റ ടൈപ്സ് ആയിട്ടുള്ള ഇപ്പം ലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ടപ്പിൾ ഉണ്ട്. ഇപ്പം ഇതിനകത്ത് നമുക്ക് ഇൻഡെക്സിങ് എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 സാധാരണ മറ്റ് ലാംഗ്വേജിലെ കൂട്ടുള്ള ഇൻഡെക്സിങ് ഉണ്ട്. ഇതിപ്പോൾ അറിയുന്ന ഒരു എലമെന്റ് ഇതിൽ നിന്ന് ഒരു എലമെന്റ് എടുക്കണമെങ്കിൽ ഫസ്റ്റ് എലമെന്റ് ആണെങ്കിൽ ഇപ്പം ഞാനത് ശരിക്കും പറഞ്ഞാൽ 0, സെക്കൻഡ് എലമെന്റ് 1, 2, 3 അത് നമുക്കൊരു സാധാ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊന്ന് കാണാം. ഇപ്പം ഞാനിവിടെ ഫ്രൂട്ട്സ് എന്ന് പറയുന്നു ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആപ്പിൾ, ബനാന, grape, pineapple, ഓറഞ്ച്. ഇത്രയുമുള്ളൊരു ലിസ്റ്റ്. അതായത് നമുക്ക് 5 ഐറ്റം ഉള്ളൊരു ഫ്രൂട്ട്സിന്റെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. നമുക്കിത് ഇപ്പോൾ പ്രിന്റ് ചെയ്താലും നമുക്ക് പ്രിന്റ് ഫ്രൂട്ട്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കാണാം. സോ ഇതിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് ആദ്യത്തെ എലമെന്റ് പ്രിന്റ് ചെയ്യും ഫ്രൂട്ട്സ് ഓഫ് 0 എന്ന് പറയും. അപ്പം നമുക്കിത് ആപ്പിൾ എന്ന് മാത്രം ഫ്രൂട്ട്സ് ഓഫ് 1. ഇതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് നോർമൽ ഇൻഡെക്സിങ്. ഇത് കൂടാതെ പൈത്തണിനകത്ത് നെഗറ്റീവ് ഇൻഡെക്സിങ് ഉണ്ട്. അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നെഗറ്റീവ് ഇൻഡെക്സിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ നെഗറ്റീവ് ഇൻഡെക്സിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിനകത്ത് ഇപ്പം ഇപ്പം 5 എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാനിവിടെ ഫ്രൂട്ട്സ് ഓഫ് ഇൻഡെക്സ് ഓഫ് -5 എന്ന് ഞാൻ കൊടുക്കുവാണ്. -5 to -1 ആയിരിക്കും വരിക. ഇപ്പം നമുക്ക് ആപ്പിൾ എന്ന് കിട്ടി. -4 കൊടുത്തു കഴിഞ്ഞാൽ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം ബനാന -3, ഗ്രേപ്പ് -2, പൈനാപ്പിൾ -1, ഓറഞ്ച്. അങ്ങനെ ആ ലിസ്റ്റ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടി. നമുക്ക് ഇതിപ്പം ഇതുകൊണ്ട് 2 രീതി ചെയ്യാം. നമുക്ക് ഇതേ രീതിയിൽ വെച്ചിട്ട് നമുക്കിത് റിവേഴ്സും ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നോർമൽ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ആ ഓർഡറിൽ. അതായത് ഇതിപ്പം ഇതിന്റെ ഫസ്റ്റ് ടു ലാസ്റ്റോ അല്ലെങ്കിൽ ലാസ്റ്റ് ടു ഫസ്റ്റ് എങ്ങനെ വേണമെങ്കിലും ഓർഡറിൽ നമുക്കിത് വെച്ച് പ്രിന്റ് ചെയ്തെടുക്കാം. നമുക്കിപ്പം അങ്ങനെ പ്രിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിപ്പം മനസ്സിലായി കാണും ഇതിന്റെ ലെങ്ത് ആയിരിക്കും എടുക്കുക. നമ്മൾ ഇതിന്റെ ലെങ്ത് എടുത്തിട്ട് അതിന്റെ നെഗറ്റീവ് എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് -len of fruits എന്ന് പറയുക. ഇനി അതൊന്ന് പ്രിന്റ് ചെയ്ത് കാണിച്ചുതരാം. ഇപ്പൊ നമുക്ക് കാണാം ഇവിടെ -5 എന്ന് കിട്ടി. അപ്പൊ നമുക്കിവിടെ അത് ആദ്യത്തെ തൊട്ട് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്കൊരു ഫോർ ലൂപ്പിൽ ഇവിടെ ഒരു ഫോർ ലൂപ്പ് പറയുക. നോർമലി പ്രിന്റ് ചെയ്യുന്ന 2 രീതിയിലും നമുക്കൊന്ന് ചെയ്ത് കാണിക്കാം. ഇവിടെ ഒരു 4, ഇവിടെ ഫ്രൂട്ട് ഇൻ റേഞ്ച്. ഇവിടെ നമുക്ക് ഇപ്പൊ മുമ്പ് പറഞ്ഞിട്ട് ലെന്നിന് മൈനസ് കൊടുത്തിട്ട് നമ്മൾ ഫ്രൂട്ട്സ് എന്ന് പറയാം. അപ്പൊ ഫ്രൂട്ട്സിന്റെ ലെങ്ത് നമുക്ക് അവിടെ കിട്ടും മൈനസ് ആയിട്ട്. അപ്പൊ ഇത് മൈനസ് ആണ്. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് 1 വെച്ച് നമുക്ക് ഇത് 0 വരെയാണ് അടുത്തത്. എവിടെ വരെ? 0 വരെ. അപ്പൊ 1 വെച്ച് നമുക്കിത് കുറയുകയാണ് ചെയ്യേണ്ടത്. അത് -1 അല്ല സോറി 1 വെച്ച് കൂടുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മളിത് പ്രിന്റ് ഫ്രൂട്ട്സ് ഓഫ് ഫ്രൂട്ട് എന്ന് പറയുക. ഇപ്പൊ നമുക്ക് കാണാം ആപ്പിൾ, ബനാന, ഗ്രേപ്പ്, പൈനാപ്പിൾ, ഓറഞ്ച് എന്നുള്ളൊരു ഓർഡറിൽ നമുക്കിത് കിട്ടി. ഇനി അതേ സമയം നമുക്കിത് ഫ്രം ബിഗിനിങ് ആണ് കിട്ടേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെ കിട്ടേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് തിരിച്ചു വരണം. അതായത് 0 സ്റ്റാർട്ടിങ് ഫ്രം 0 തൊട്ട് അല്ലെങ്കിൽ -1 തൊട്ട് ഒരു എലമെന്റിന്റെ വ്യത്യാസത്തിലാണ് നമ്മൾ പറയുന്നത്. അതാണ് നമ്മൾ -1 തൊട്ട് ലെങ്തിനേക്കാളും ഒരു പോയിന്റ് ഇപ്പൊ കുറച്ച് കൂട്ടിയിട്ട് -1 പറയുക. അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇതിനെ തന്നെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്താൽ മതി. ഇവിടെ -1 ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് len of fruits
പ്ലസ് മൈനസ് 1 എന്ന് പറയും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിനകത്തോട്ട് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞത് അതിനകത്തോട്ട് -1 കൂടെ കൂട്ടുക. എന്നിട്ട് ഇവിടെ നമ്മൾ -1 പറയുക. എന്നിട്ട് നമുക്കിന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്കാണ് ഇത് തലകീഴായിട്ട് വന്നിട്ടുണ്ട്. അതായത് ആദ്യം ഓറഞ്ച്, പിന്നെ പൈനാപ്പിള്, പിന്നെ ഗ്രേപ്പ്, ബനാന, ആപ്പിള്. സോ ഇതിപ്പോ നമുക്ക് ആദ്യത്തെ നിന്ന് അവസാനം വരെ തിരിച്ചോ നമുക്ക് ഇതിനെ പ്രിന്റ് ചെയ്യാം. ഇത് ഓർത്തിരിക്കുക, ഇത് റേഞ്ചിനകത്ത് പറയേണ്ടത് നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടെ വരെ കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ എന്നുള്ളതാണ് പ്ലസോ മൈനസോ കാണിക്കുന്നത്. ഇവിടെ ലെൻ മൈനസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 5 ആണ്, -5 പ്ലസ് -6 എന്ന് പറയും. എന്നിട്ടൊന്ന് കുറയ്ക്കുക. അതായത് -5 വരെ ഇപ്പൊ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇപ്പം അല്ലാതെ കൊടുക്കുകയാണെങ്കിൽ ഒരു എലമെന്റ് കുറഞ്ഞായിരിക്കും ഇവിടെ വരിക. ഇപ്പൊ കണ്ടോ, ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ആപ്പിൾ വന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് -1 എന്നൂടെ കൊടുത്തത്. +1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും 4 ഒന്നുകൂടെ കുറവ്, ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടിയാ. മൈനസ് വാല്യൂ കൊടുക്കുമ്പോൾ മൈനസിന്റെ വാല്യൂ ഒന്ന് കൂടും. ഇപ്പൊ നമുക്ക് ആപ്പിളും കിട്ടിയിട്ടുണ്ട്. സോ ഇതിന്റെ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും ഓർഡറിൽ നമുക്കിത് പ്രിന്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായി കാണും ഈ ലിസ്റ്റ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.